ചങ്ങായിമാരെ, ഞാനിന്ന് നിങ്ങൾക്ക് എന്റെ അൻസാരി ഉസ്താദിന്റെ ഒരു മനോഹരമായ വീഡിയോ കാണിച്ചു തരാം. അതിനു മുന്നേ ഞാൻ എന്തുകൊണ്ടാണ് അൻസാരി ഉസ്താദിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്റെ ചാനലിൽ വീഡിയോ ഇടുന്നതെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഉസ്താദിനെ പോലുള്ള ഒരു നല്ല മനുഷ്യനെ, ഹൈന്ദവരെ സഹായിക്കുന്ന ആ നല്ല മനുഷ്യനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു ഹിന്ദുവായ എന്റെ കടമയാണ്. അതുകൊണ്ട് ഞാൻ അൻസാരി ഉസ്താദിനെ എന്തൊക്കെ സംഭവിച്ചാലും എപ്പോഴായാലും സപ്പോർട്ട് ചെയ്ത് കൊണ്ടേയിരിക്കും. ഇനി അൻസാരി ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു ഹിന്ദുവായ എന്റെ കടമ എന്തുകൊണ്ടാകുന്നതിന്റെ വ്യക്തമായ തെളിവ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഉസ്താദിനെ കുറിച്ച് ഒരു ഹൈന്ദവ നാമധാരിയായ ഭാരതീയൻ എന്ന് പറഞ്ഞ പരനാരിട്ട ഒരു വൃത്തികെട്ട വീഡിയോ. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ അല്പം വിഷമമൊക്കെ തോന്നുമെങ്കിലും നിങ്ങൾ ആ വീഡിയോ കാണണം. അതിനുശേഷം ഈ പരനാരിക്ക് ഉസ്താദും വേറൊരു ഹൈന്ദവന് കൊടുക്കുന്ന നല്ല അടിപൊളി മറുപടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഭാരതീയൻ എന്ന പേരുള്ള ഈ പരനാരി പറഞ്ഞ ആ വൃത്തികേട് ആദ്യം കേൾക്കാം. ഇയാൾക്കെതിരെ പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചതാണ്. കാരണം മുട്ടായി കടലാസിൽ പൊതിഞ്ഞ സൈന്യരാണ് ഇയാൾ. അതുപോട്ടെ, സാധാരണക്കാർക്ക് അത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ എന്നല്ല, അവർക്കൊരു സഹായം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി. അല്ല അൻസാരി, നീ മേലനങ്ങി എന്തെങ്കിലും ജോലി എടുത്തിട്ടുണ്ടോ? ആ ജോലി എടുത്ത് കിട്ടിയതിന്റെ ₹1 നീ സാധാരണക്കാർക്കായിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ? നിന്റെ ഫോളോ ലിസ്റ്റ് കണ്ട് കുറെ അധികം സാധാരണക്കാരുടെ അവരുടെ ദയനീയ അവസ്ഥ കൊണ്ട് നിന്റെ അടുത്ത് വരുമ്പോൾ അവരുടെ മുഖം കാണിച്ച് വീഡിയോ എടുത്ത് അവരുടെ ദയനീയതയെ ചൂഷണം ചെയ്യുന്ന പ്രവൃത്തിയല്ലേ നീ ചെയ്യുന്നത്? അതല്ലാതെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ലോ. ആദ്യം താൻ പണിക്ക് പോയി 10 കാശുണ്ടാക്കി ആ കാശിൽ നിന്ന് ₹1 സാധാരണക്കാരന് കൊടുത്തിട്ട് ഈ കൊണസാര വഴിക്ക്. ഓ, കൽബിൽ പണിയെടുക്കുന്നതുകൊണ്ട് പുറമെ കാണിക്കില്ലായിരിക്കും അല്ലെ? മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ വിഹിതം പറ്റി ജീവിച്ചിട്ട് താൻ മറ്റുള്ളവരോട് പറയാണ് പഠിക്കു പോ. നാട്ടുകാർ പണിയെടുത്താലേ അൻസാരിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ. അപ്പൊ പിന്നെ ഉപദേശിക്കാതിരിക്കാൻ പറ്റുമോ? നീ വർഗീയത എന്ന് വിളിച്ചു പോകുമ്പോ നീ ആരാണ്? നീ പറയുന്നതാണ് യഥാർത്ഥത്തിലെ വർഗീയത. സംഘിവാട് ചുറ്റി ഹിന്ദുവിനെ വിമർശിക്കുന്ന രീതിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ മണ്ടന്മാരായ ഹിന്ദുക്കൾക്ക് മനസ്സിലാവില്ല. നീ എന്ത് മണ്ണാങ്കട്ടെ ചെയ്തത്? വെറുതെ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഓരോ ഈ ചാണക സംഖ്യ പറഞ്ഞ മണ്ടന്മാരെ ഹിന്ദുവിനെ പറ്റിക്കാൻ വേണ്ടി അൻസാരി ഉസ്താദ് ഒരു ഞെട്ടിക്കുന്ന സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടല്ല, ഇതൊക്കെയാണ് ഇവന്മാരെ പോലുള്ള ചാണക സംഖ്യകളുണ്ടല്ല, ചാണക സംഖ്യക്ക് അൻസാരി ഉസ്താദോട് ഇത്രമാത്രം ദേഷ്യം ഉണ്ടാക്കുന്നത്. എന്താണ് നമുക്ക് അൻസാരി ഉസ്താദ് ഒരു ഹൈന്ദവ കുടുംബത്തോട് ചെയ്ത ഞെട്ടിക്കുന്ന കാര്യമുണ്ടല്ല, ആ ഹൈന്ദവ സഹോദരി തന്നെ പറഞ്ഞത് ഒന്ന് കേട്ടിട്ട് വരാം. ഉസ്താദ്, നാളെ 9:15-നും 10:00-നും ഇടയ്ക്ക് ഉസ്താദും എല്ലാവരും ചേർന്ന് മേടിച്ചു തന്ന, ഞങ്ങൾക്ക് വാങ്ങിത്തന്ന സ്ഥലത്തിന്റെ കല്ലിടിയിൽ ആണ്. അപ്പൊ അത് ആ കർമ്മം ചെയ്യാൻ ഞങ്ങൾക്ക് ഏറ്റവും യോഗ്യനായത് ഉസ്താദാണ്. വേറെ ആരും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും ഇടപെടാനും ആരുമില്ല. അതുകൊണ്ട് ഉസ്താദ് തന്നെ വന്ന് ഞങ്ങൾക്ക് ആ വീടിനുള്ള കല്ല് ഇട്ടു തരണം. വരും പോലെ വരും. ഇത് ആ കർമ്മം ഉസ്താദായിട്ട് ചെയ്തു തരണമെന്നാണ് എന്റെയും എൻ്റെ മക്കളുടെയും ആഗ്രഹം. ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു കൂര അത് ചെയ്തു തരണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഉസ്താദ് തീർച്ചയായിട്ടും വരാതിരിക്കരുത്. ഞങ്ങൾ പ്രതീക്ഷിക്കും. ഇല്ലെങ്കിൽ ആ കർമ്മം ഞാൻ നടത്തിയില്ല. വേറെ കാര്യമൊന്നുമില്ല. ഉസ്താദിന് പകരം വേറെ ഒരാളില്ല. അങ്ങനെ പടച്ചവന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഉദ്യമനത്തിന്റെ ഭാഗമായി നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം അയച്ചു തന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മിനിച്ചേച്ചിയും മകളും ഒരു വാടക വീട്ടിൽ അവർ മാത്രം താമസിക്കുകയായിരുന്നു. സ്ത്രീകൾ മാത്രമുള്ളൊരു വീട്. ഭർത്താവ് 2 വർഷം മുമ്പേ മരണപ്പെട്ടു പോയി. അവർക്ക് 3 സെന്റ് സ്ഥലവും വീട് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആധാരം ഞാൻ നമ്മുടെ മിനിച്ചേച്ചിക്ക് കൈമാറുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യമാണ് ഇന്ന് സാധിച്ചു ഉസ്താദ് ഞങ്ങൾക്ക് തന്നേക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കത് കിട്ടിയതെന്ന് അറിയാം. ഇനി എനിക്ക് അവിടെ ഒരു കൂര കൂട്ടണം. അതിനെല്ലാവരുടെയും സഹകരണം വേണം. എല്ലാവരോടും പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ട് ഈ ജീവിതം മുഴുവനും. അത് എങ്ങനെ അറിയിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് സങ്കടമുണ്ട്, സന്തോഷമുണ്ട് ഇന്നത്തെ ഈ നിമിഷം. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ സ്ഥലം വാങ്ങി, പക്ഷേ വീട് വെക്കാനുള്ളൊരു മാർഗവും ഇതുവരെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ കല്ലോ സിമെൻറ്റോ ഒക്കെ ആയിട്ട്, ഒരു ചാക്ക് സിമെൻറ്റെങ്കിൽ ഒരു ചാക്ക് സിമെൻറ്റ്, ഏതെങ്കിലും നിലക്ക് അവരെന്ന് സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. കാരണം അവർക്ക് ചെന്ന് പറയാനൊരിടവില്ല, ചോദിക്കാൻ ആരുമില്ല. അമ്മയും മോളും മാത്രമേ ഉള്ളൂ. നിങ്ങൾ മുമ്പ് എൻ്റെ വീഡിയോ കണ്ടവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ വീഡിയോ എങ്കിലും പങ്കുവച്ചിട്ട് നിങ്ങളൊന്ന് സഹായിക്കണം. താഴെ കാണുന്ന QR കോഡിൽ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിലുള്ളൊരു സഹായം, ഒരു സംഭാവന തന്ന് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.
ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറട്ടെ, ഈ കുടുംബത്തിന് സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സഹായിക്കണം. ഞാനിവിടെ ഉണ്ടല്ലോ അവരുടെ ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വർഗീയവാദിയ ചാണകസംഖി ഭാരതീയ, ഇതാണ് നിനക്ക് ഹൈന്ദവരുടെ മറുപടി. ഉസ്താദിന്റെ മറുപടി അല്ലട്ടാ, ഹൈന്ദവരുടെ മറുപടിയാണ് ഈ സഹോദരി അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് അൻസാരി ഉസ്താദ് അവിടെ വന്നില്ലെങ്കിൽ ഈ ചടങ്ങ് നടക്കില്ല, ഈ ചടങ്ങ് നടത്തില്ല എന്നാണ് ആ ഹൈന്ദവ സഹോദരി ഉസ്താദിനോട് പറഞ്ഞിട്ടുള്ളത്. അതായത് മുസ്ലിമായ അൻസാരി ഉസ്താദ് അല്ലാതെ ആ ചടങ്ങ് നടത്താൻ വേണ്ടി വേറൊരാൾ ഇല്ല എന്നാണ് ആ ചേച്ചി പറഞ്ഞിട്ടുള്ളത്. എന്റെ ചാണക സംഖ്യ ഭാരതീയ, നിന്റെയൊക്കെ ജന്മത്തിൽ നിന്റെയൊക്കെ ഇനി 10 ജന്മം ജനിച്ചാലും ഒരാള് നിന്നെ കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക് പറയോ? എന്നിട്ട് നിന്റെ സ്വപ്നത്തിലെങ്കിലും നീ ഇങ്ങനെ സ്വപ്നം കാണുവോ? നിന്റെ ഹൈന്ദവ സഹോദരി നിന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റുമോ? പക്ഷെ അൻസാരി ഉസ്താദിന് അത് പറ്റും. ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് ഹൈന്ദവര്, ഈ ചേച്ചിയെപ്പോലുള്ള ഒരുപാട് ഹൈന്ദവരുണ്ട് എന്റെ ഭാരതീയ. ഇനി എന്റെ അൻസാരി ഉസ്താദിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഈ ചാണക സംഖ്യക്ക് നല്ല മറുപടി കൊടുക്കാൻ വേണ്ടി ഒരു ഹൈന്ദവൻ കൂടി വന്നിട്ടുണ്ട്. ആ ചേട്ടന്റെ പേര് വിഷ്ണു എന്നാണ്. വിഷ്ണു എന്ന് പേരുള്ള ആ ചേട്ടനുണ്ടല്ല, ഈ ചാണക സംഖ്യക്ക് ഈ ഭാരതീയനും നമ്മളെ കാളിയില്ലേ ഇവർക്കൊക്കെ കൊടുക്കുന്ന ചുട്ട മറുപടി നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ? വാ. അൻസാരി ഉസ്താദെ, നിങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോ, ആവണി മോളെ വീൽചെയറിയിരിക്കുന്ന ആവണി മോളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട വീഡിയോ വെറും 15 മണിക്കൂർ കൊണ്ട് 13 ലക്ഷം രൂപ ആ കുട്ടിക്ക് ലഭിച്ചു. ആ കുട്ടിയുടെ ചോറിനകത്ത് വെറും മുളക് പൊടി ഇട്ട് കഴിക്കുന്ന, വീൽചെയറിയിരിക്കുന്ന, ഷീറ്റ് കൊണ്ട് മറച്ചൊരു വീട്, ഷീറ്റ് കെട്ടിട്ടില്ല, വെറും ഷീറ്റ്. സത്യം പറഞ്ഞ ഹൃദയം നുറുങ്ങുന്നു. നമ്മളൊക്കെ എന്ത് സൗകര്യത്തോടെ ജീവിക്കുന്നത്. അങ്ങേപ്പോലുള്ള ഒരാൾക്കല്ലാതെ ഇവരെയൊക്കെ കണ്ടുപിടിക്കാൻ, ഇവരെയൊക്കെ സഹായിക്കാനും പറ്റുന്നില്ല. അങ്ങ് ഈ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ 13 ലക്ഷം രൂപ കുടുംബത്തിൽ ചെന്നത്. അങ്ങേ വിമർശിക്കുന്ന, അങ്ങേ വർഗീയ ചാപ്പ കുത്താൻ ശ്രമിക്കുന്ന ഞാൻ ഭാരതീയൻ അല്ലെ കാളിമിലയിലെ കാളിച്ചാട്ടൻ പോലെയുള്ളവർ ഞാനൊന്നൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്തുവായി പറയുന്നത്? അദ്ദേഹത്തിനെ കുറ്റം പറയാം. അദ്ദേഹം ഈ വീഡിയോ ചെയ്ത് എങ്ങനെ അദ്ദേഹത്തിന് കാശ് കിട്ടും? ഈ വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൈ നീട്ടാൻ പറ്റും? അദ്ദേഹം ഹോളിഫാനാണോ? അല്ല. അദ്ദേഹം ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ആ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന പലരും അദ്ദേഹത്തിനെ ആരാധിക്കുന്നു, അദ്ദേഹം സ്നേഹിക്കുന്ന, അല്ല എന്തോ ആവട്ടെ, നല്ലത് കാണാൻ പറ്റുന്ന ജനങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെടുന്നു, ആ അവിണിമോൾ രക്ഷപ്പെടുന്നു. അൻസാരി ഉസ്താദെ, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. നിങ്ങളെ ദൈവം കാക്കട്ടെ. നിങ്ങൾ വിമർശിക്കുന്ന ഇവരെ പോലുള്ളവന്മാരെ ഞാൻ പറയുന്നത്, ഇവന്മാർ വെറും മൃഗങ്ങൾ. എന്റെ ഭാരതീയ, നിന്നെയൊക്കെയുള്ള ഈ ഹൈന്ദവ സഹോദരൻ വിളിക്കുന്നത് മൃഗമെന്നാണ്. എന്നിട്ട് അൻസാരി ഉസ്താദിനെ വിളിക്കുന്നത് ദൈവത്തെ പോലുള്ള മനുഷ്യനെന്നാണ്. നീയൊക്കെ എപ്പോഴാ ഇതൊക്കെ മനസ്സിലാക്കുക? ഇതൊക്കെയാണ് നിന്നെപ്പോലുള്ള ഹൈന്ദവ നാമധാരികളായ മൃഗങ്ങൾക്ക് യഥാർത്ഥ ഹൈന്ദവരുടെ മറുപടി. ഇനി ഞാൻ നിങ്ങൾ കണ്ടില്ല, ഒരു വോയിസും കൂടി കേൾപ്പിച്ചില്ല. ഹൈന്ദവയായ ഒരു ചേച്ചി കണ്ടില്ല ഉസ്താദിനോട് സഹായം ചോദിച്ച് വിളിക്കുന്ന ഒരു വോയിസ്. ആ ചേച്ചിനുണ്ടല്ല ഒരു സംഖ്യയുടെ സംഘടനയും ഇതുവരെ സഹായിച്ചില്ല. അവസാന ചേച്ചി കണ്ടില്ല ഉസ്താദിനോട് സഹായം ചോദിക്കേണ്ടി വന്ന്. ആ വോയിസ് നമുക്കൊന്ന് കേട്ടാലോ? എനിക്ക് എന്തെങ്കിലും സഹായം ചേച്ചി വീട്ടിൽ തന്നെ ഒരു വാട്സാപ്പിൽ ബന്ധപ്പെട്ട് ഞാനേ നിങ്ങളുടെ ഒരുപാട് സംഘടനകൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഇവരോടൊക്കെ സമീപിച്ചൂടെ? സാറേ, ഞങ്ങളുടെ ഹിന്ദു സമുദായത്തിൽ എല്ലാം SNDP ഞാനൊരു ലോണിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഞങ്ങളുടെ സമുദായത്തിൽ വെള്ളാപ്പള്ളി നടേശനൊക്കെ ചെന്നപ്പോൾ പറഞ്ഞ് കാശുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള നിങ്ങളൊക്കെ എന്തിനാ അതിന് പോകണമെന്ന് അയാൾ ചോദിച്ചത്. ഞങ്ങളെ അങ്ങനെ അവരാരും സഹായം. എനിക്കിപ്പം നിങ്ങളുടെ ഇതിലുള്ള ഒരു ഇക്ക, ഞാൻ അവിടെ ക്യാൻറ്റീനിൽ ചോദിക്കുന്ന ആ ഇക്ക എനിക്ക് നമ്പർ തന്നാന്ന് വിളിച്ചു നോക്കി. ആ പുള്ളി ഇങ്ങനെ ഫോണിലൊക്കെ സാറിൻ്റെ കണ്ടുകൊണ്ട് എനിക്ക് നമ്പർ തന്നുകൊണ്ടാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഒരു സഹായം നമുക്ക് കിട്ടത്തില്ല സാറേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയൊക്കെ സമീപിക്കുന്നത്. എനിക്ക് ഒരു ഗതിയില്ലാത്തതുകൊണ്ട് എൻ്റെ ഭർത്താവ് കടം വാങ്ങിച്ചാൽ 4 ലക്ഷം രൂപ ഞങ്ങളിപ്പോൾ അടച്ചത്. ഇപ്പം അതുകൂടാതെ ഞാനിപ്പോൾ 1 ലക്ഷം കൂടെ ഞാൻ ഒപ്പിച്ച് 1,85,000 രൂപ അടയ്ക്കണം. മോള് 30-ാം തീയതി അടയ്ക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, അവർ അറ്റൻഡൻസ് കൊടുക്കത്തില്ല കൊച്ചിന്. പരീക്ഷ അടുത്ത മാസം. അതുകൊണ്ടാണ് സാറേ ഞാൻ കാല് പിടിക്കുന്നത്. ഞാനിപ്പോൾ പള്ളി നേരിട്ട് വന്ന് സാറിനെ കാണാൻ വിചാരിച്ച് ഞാൻ പള്ളി വന്നതാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് സാറിനെ വിളിക്കുന്നത്. എന്തെങ്കിലും എനിക്കൊരു സഹായം ചെയ്യാൻ തരുമൊക്കെ അത് സാധിച്ചാലും മതി എനിക്ക്. കേട്ടല്ലോ ആ ചേച്ചിയുടെ സങ്കടപ്പെടുന്ന വോയിസ്. ഒരു സംഘടന ആ ചേച്ചിനെ സഹായിച്ചില്ല. എന്തിന്? മുസ്ലിങ്ങൾ 24 മണിക്കൂറും കുറ്റം പറഞ്ഞ നമ്മളെ വെള്ളാപ്പള്ളി പോലും ആ ചേച്ചിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നിട്ട് അവസാനം ആ ചേച്ചിക്കുണ്ടല്ല വെള്ളാപ്പള്ളിയൊക്കെ വർഗീയവാദികൾ വിളിക്കുന്ന അൻസാരി ഉസ്താദിനെ വിളിച്ച് സഹായം ചോദിക്കേണ്ടി വന്നു. ഉസ്താദുണ്ടല്ലോ ആ ചേച്ചിയെ പരമാവധി സഹായിക്കാന്ന് വാക്ക് കൊടുത്തിട്ടുമുണ്ട്. എനിക്ക് ഭാരതീനെ പോലെ ചാണക സംഖ്യയുടെ ഒന്നേ പറയുള്ളൂ, നിങ്ങളുടെ അൻസാരി ഉസ്താദിനെ പിന്നാലെ കൂട്ടിട്ട് അദ്ദേഹത്തെ വർഗീയവാദിയാക്കാൻ നോക്കുന്ന സമയത്തുണ്ടല്ല ഇതുപോലത്തെ പാവപ്പെട്ട ഏതെങ്കിലും ഒരു 2 ഹൈന്ദവനെ സഹായിക്കാൻ നോക്കി എന്റെ പരനാറി ഭാരതീയ. അൻസാരി ഉസ്താദിനുണ്ടല്ല നിന്നെപ്പോലത്തെ വർഗീയവാദികൾക്ക് ദിവസവും വന്നിട്ട് ഇങ്ങനെ മറുപടി തരാൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷെ എന്നെ പോലുള്ള വിഷ്ണുവിനെ പോലുള്ള ഹൈന്ദവരുണ്ടല്ല അവരുണ്ടല്ല നിന്നെപ്പോലത്തെ വർഗീയവാദികൾക്ക് മറുപടി തരാൻ വേണ്ടി എപ്പോഴും തയ്യാറാണ്. അതുകൊണ്ട് ചാണക സംഖ്യ വർഗീയവാദികളെ, നിങ്ങൾക്ക് എത്ര കുരുവട്ടി അൻസാരി ഉസ്താദിനെ വർഗീയവാദിയാക്കാൻ നോക്കിയാലും അത് നടക്കില്ല. കാരണം ഉണ്ടല്ല എന്നെപ്പോലത്തെ ഹൈന്ദവരുണ്ടല്ല, വിഷ്ണുവിനെ പോലത്തെ ഹൈന്ദവരുണ്ടല്ല അദ്ദേഹത്തെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിട്ടാ ഉള്ളത്. അപ്പൊ ഒരിക്കൽ കൂടി എന്റെ അൻസാരി ഉസ്താദിനെ എന്നെപ്പോൾ തന്നെ സ്നേഹിക്കുന്ന വിഷ്ണുവിനും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.